ഹായ്, അഭിനന്ദു ഫാമിലി വ്ളോഗിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് പനിയൊക്കെ കാരണമാണ് വീഡിയോ ഒന്നും ഇടാതെ ആയത്. അപ്പം നന്ദമോളൊരു പിറന്നാളിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പിറന്നാൾ ദിവസം അമ്പലത്തിലൊന്ന് പോയതാണേ. അമ്പലം നിറങ്കൈതക്കോട്ടയാണ് കേട്ടോ, ഞങ്ങളെ നാട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ അവിടെ ഉത്സവങ്ങളും പരിപാടികളൊക്കെ തന്നെയാണ്. വെള്ളിയാഴ്ച ഉത്സവം നടക്കാൻ പോവുകയാണ്, ഈ വരുന്ന വെള്ളിയാഴ്ച. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് അവിടെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. 4-5 ദിവസമായിട്ട് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ അമ്പലത്തിൽ വരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇന്നും അമ്പലത്തിൽ വരുന്ന ദിവസവും നന്ദുവിനും എനിക്കൊക്കെ പനി തന്നെയാണ് കേട്ടോ. എന്നാലും ഞങ്ങൾ അമ്പലത്തിൽ വരില്ലേന്ന് വിചാരിച്ചിട്ട് പോകുന്നത് തന്നെയാണ്. അപ്പം കുറച്ച് ദിവസമായി അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ എന്തായാലും ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നതാണ്. അപ്പോൾ നല്ല വരിയാണ് കേട്ടോ, തൊഴണോടത്തൊക്കെ ഷീട്ടാക്കണോടത്തൊക്കെ നല്ല വരിയാണ്. അപ്പം ചേട്ടൻ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അധികം വണ്ടികളുണ്ട് താഴെ തന്നെ. അപ്പം നല്ലൊരു ഗ്യാപ്പ് കിട്ടണ സ്ഥലം നോക്കിയിട്ട് വണ്ടി വെക്കാമെന്ന് പറഞ്ഞിട്ട് ആളങ്ങോട്ട് പോയതാട്ടോ. അപ്പം ഞങ്ങൾ ഏതായാലും അമ്പലത്തിലേക്ക് കയറിയോണ്ട് നിൽക്കേനി. അപ്പം ചേട്ടനെ കാണാഞ്ഞപ്പോൾ ഒന്നും കൂടി നോക്കിയപ്പം ആൾ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് വണ്ടിയുണ്ട്, ഇന്ന് നല്ല തിരക്കാണെന്നാണ് തോന്നണത്. അപ്പം ഞങ്ങൾ നേരെ താഴെക്കോട്ടയിലെ അയ്യപ്പസ്വാമീനെ തൊഴാൻ വേണ്ടിയിട്ടാട്ടോ ആദ്യം പോണത്. ഇവിടെ അയ്യപ്പസ്വാമീൻ്റെ ക്ഷേത്രമാണ്. ഇത് താഴെക്കോട്ട എന്ന് പറയും കേട്ടോ. ഞാൻ ഈ കുറേ വീഡിയോസിൽ ഈ അമ്പലമൊക്കെ ഉണ്ട്, എന്നാലും ഒരിക്കൽ കൂടി പറയാമെന്ന് മാത്രം. ഇത് താഴെക്കോട്ടയാണ്. ഇവിടെ അയ്യപ്പസ്വാമിയാണ് പ്രതിഷ്ഠ. ഇവിടെയൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ മേക്കോട്ടയിലേക്ക് പോവുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറാനൊക്കെ പറ്റും, പക്ഷേ ഇന്ന് പറ്റൂല കേട്ടോ. ഇന്ന് അവിടെ ഭയങ്കര പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി ചന്ദനമൊക്കെ വാങ്ങിനേ. അത് കഴിഞ്ഞിട്ട് മേക്കോട്ടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ സ്റ്റെപ്പുകൾ മുഴുവനും കയറണം കേട്ടോ. ഒരുപാട് സ്റ്റെപ്പുകൾ കയറാനായിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ പോലെയൊന്നുമല്ല, ചരലൊന്നുമല്ല കേട്ടോ. അവിടെയൊക്കെ നല്ലോണം കടപ്പകളൊക്കെ പാകിയിട്ട് നല്ല ഉഷാറാക്കിന്. അപ്പോൾ ഞാൻ അയ്യപ്പക്ഷേത്രം നല്ലോണം വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതാണ് അയ്യപ്പക്ഷേത്രം. ഇതിൻ്റെ താഴെ ഒരു കുളം ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സ്റ്റെപ്പ് മുന്നോട്ട് നടന്നാൽ, കുറച്ച് ദൂരം നടന്നാൽ പിന്നെ വേറൊരു കുളം കൂടി ഉണ്ട്. പിന്നെ ഈ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ മേക്കോട്ടയിലേക്ക് പോവുക. അപ്പോൾ അനീഷേട്ടൻ കയറി തുടങ്ങി കേട്ടോ. കുറേ കുരങ്ങന്മാരൊക്കെ ഉള്ളൊരു അമ്പലമാണ് ഇട്ടത്. പക്ഷേ കുറേ ആയിട്ട് കുരങ്ങന്മാരെയൊന്നും കാണാതായിട്ടുണ്ട്. ഇനി ഞങ്ങൾ വരുമ്പോഴൊന്നും പിന്നെ കാണലില്ല. ആദ്യം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലം മൊത്തം കുരങ്ങന്മാരായിട്ടുണ്ടാവുക. നമ്മളിപ്പോൾ ഈ ചവിട്ടി കയറുണ്ടല്ലോ, ഇവിടെ മൊത്തം ഒരു ഇരിക്കുക ചെയ്യുക. ഇപ്പോൾ അത്രയൊന്നുമില്ല, എന്നാലും കുഞ്ഞു കുഞ്ഞു കുട്ടികളായിട്ട് ഇപ്പോൾ ഒരുപാട് ഉണ്ടായി തുടങ്ങിയാണ് കേട്ടോ. ഇവിടുന്ന് കുറേ എന്താ പറയുക, ഇവരൊക്കെ മാറ്റം പോയി എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ട്. ആ കൊറോണ സമയത്താണ് ഇവരൊക്കെ കാണാതായി തുടങ്ങിയത്. അപ്പോൾ ഇവരൊക്കെ വീണ്ടും തുടങ്ങിയത്. കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്. കുറേ കുട്ടികളൊക്കെ കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷം കേട്ടോ. അപ്പോൾ ഇനി വരുമ്പം ഇവരൊക്കെ വലുതായി കാണാം. അപ്പോൾ ഞങ്ങൾ കോട്ട എന്ന് പറയുമ്പം ആദ്യം തന്നെ ഞങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ കുരങ്ങന്മാരെ കാണാമെന്നുള്ള ആ ഒരു ഇതിലായിട്ട് ഞങ്ങൾ പോണതൊക്കെ. അപ്പം ഇവിടെ ഇതാണ് ഏറ്റവും വലിയൊരു രസം കാണാനായിട്ടുള്ള. അപ്പോൾ എല്ലാവരും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു കുഞ്ഞു വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ ഇവിടുന്ന് കുറേ അധികം അങ്ങോട്ട് മേക്കോട്ടയിലേക്ക് കയറി നടക്കാണ്ട് കേട്ടോ. അവർക്ക് കിട്ടുന്ന പ്രസാദമൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുക. ഇവിടെ തേങ്ങ മുട്ട ഇറക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞാൽ ഇവർക്കാണ് കേട്ടോ തേങ്ങാമുറിയൊക്കെ കൊടുക്കുക. ആൾക്കാർ ബാക്കി വരുന്നതാണ് പിന്നെ അവിടെ ഒരു പെട്ടിയിലേക്ക് ഇട്ട് കൊടുക്കും. അത് ഇവിടെ തന്നെ വെളിച്ചെണ്ണ ആക്കുകയാണ് ചെയ്യാമെന്നാണ് തോന്നണത് കേട്ടോ. അപ്പം എന്തായാലും അവർക്ക് പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട് ഓരോരുത്തരായിട്ടും. അപ്പോൾ ഉത്സവത്തിൻ്റെ ആരംഭമൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഇന്നും നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ഇവിടെ നല്ല അടിപൊളി ഉത്സവം കാര്യങ്ങളും എന്താ പറയുക, പറയാൻ പറ്റാത്തത്ര വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അമ്പലമാണ് കേട്ടത്. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഈ നടക്കുന്ന സ്ഥലമൊക്കെ ഭയങ്കര കല്ലുകളാണ് കേട്ടുണ്ടാവുക. നമുക്ക് കാല് വേദനിക്കും നടക്കുമ്പോൾ. ഇപ്പോൾ അതൊക്കെ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയാക്കിനെ. അപ്പോൾ ഉത്സവത്തിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെയുള്ള ഈ തൊടികളൊക്കെ ഉണ്ടല്ലോ, പറമ്പ് സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ലോണം തീയിട്ട് പുല്ലുകളൊക്കെ നശിപ്പിച്ചിന്. ഇവിടെ ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ വരാനുള്ളതാണ് കേട്ടോ. ഈ സൈഡിലൊക്കെ തീയിട്ട് നശിപ്പിച്ചിന്. അപ്പം ആൾക്കാർക്ക് വരാനും ഇരിക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാ ബൾബും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വെള്ളിയാഴ്ച ഇങ്ങോട്ട് വന്നെത്തിയാൽ മതി എന്നാണ് എല്ലാവരെയും ഒരു ആഗ്രഹം കേട്ടോ. അത്രയും വലിയ വെടിക്കെട്ട് നടക്കുന്ന ഒരു അമ്പലമാണ് ഇവിടെ. അപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട് എല്ലാ ദിവസവും. ഇപ്പോൾ 4-5 ദിവസമായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാ നേരം വെളുത്തൊക്കെ ഏകദേശം ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് നല്ല സൂര്യൻ ഉദിക്കുന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം.
അത്രയും രസമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. പ്രകൃതി ഭംഗി എന്നൊക്കെ പറയില്ല, അതാണ് ഇവിടെ വന്നാൽ കാണേണ്ട ഒരു കാഴ്ച കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്താണ്, കുറച്ച് അങ്ങോട്ട് പോയാൽ എൻ്റെ അമ്മൂമ്മേൻ്റെ വീടൊക്കെ ഇവിടെ അടുത്താണ് കേട്ടോ. ഓർക്കൊക്കെ വീട്ടിലിരുന്നാൽ തന്നെ ഇവിടുത്തെ വെടിമരുന്നൊക്കെ കാണാമെന്ന് എപ്പോഴും പറയും കേട്ടോ. അപ്പം പണ്ടൊക്കെ അങ്ങനെ തന്നെയാണ്, ഓരൊക്കെ അവിടെ തന്നെ ഇരുന്നിട്ടാണ് വെടിക്കെട്ടൊക്കെ കാണൽ. അപ്പോൾ ഇതിൻ്റെ അക്കരെയാണ് ഒരു പുഴ ഉണ്ട്, ആ പുഴേൻ്റെ അക്കരെയാണ് കേട്ടോ ഒരു. അപ്പം കടന്നു വരാനൊക്കെ സുഖമാണ്, ബസ്സിന് വരാനും നടന്നു വരാനൊക്കെ സുഖമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നന്ദുമോളും അനീഷേട്ടനും കൂടി കയറിയോണ്ട് നിൽക്കട്ടെ. ഇത് കയറുമ്പോൾ നമുക്ക് ഭയങ്കര കാല് കുഴയും കേട്ടോ, അത്രയ്ക്ക് നടക്കാനുണ്ട് ഇത് അങ്ങോട്ടേക്ക്. അപ്പം രണ്ടാളും നടക്കണ്ടേ, ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും വീഡിയോസൊക്കെ കാണിച്ചു തരണ്ടേന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ ഇടാനായിട്ട് പറ്റിയിട്ടില്ല, 2-3 ദിവസമായിട്ട് നല്ല പനിയും ജലദോഷവും ഭയങ്കര ബുദ്ധിമുട്ടേനി കേട്ടോ. പക്ഷേ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചത് ഇനിയും ഉണ്ട്, അതൊക്കെ നമ്മൾ 2 ദിവസം കൊണ്ട് ഇട്ട് തീർക്കണതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇന്നും വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ശ്വാസത്തിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും വീഡിയോ ഇടാൻ തന്നെ വിചാരിച്ചിട്ട് കുറേ ആൾക്കാരൊക്കെ നമ്മളെ കാത്തു നിൽക്കണവരുണ്ട്, ഒരു 10 പേരെങ്കിലും ഉണ്ടാവും. ഓർക്കും കൂടി കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ രണ്ടാളും ഇങ്ങനെ കയറുന്നുണ്ട്, അമ്മ വാ എന്ന് നന്ദുമോൾ പറയുന്നുണ്ട്. നന്ദുവിന് ട്യൂഷന് പോവാണ്ട് കേട്ടോ, അമ്പലത്തിൽ പോയി കഴിഞ്ഞതിൻ്റെ ശേഷം വേണം ട്യൂഷന് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ചും കൂടി നടന്നാലേ മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ നടക്കന്നെയാണ് ഞങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെയാണ് വെടിമരുന്നിൻ്റെ സ്ഥലങ്ങൾ കേട്ടോ. അന്നേക്ക് ഉത്സവത്തിന് വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ച് തരണ്ട്. പറ്റുമോ എന്താ ഒന്നും അറിയില്ല കേട്ടോ. വെള്ളിയാഴ്ച ദിവസമാണ്, പനിയൊക്കെ കൂടുതലാണെങ്കിൽ വരവൊക്കെ കണക്ക് തന്നെയാവും എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ അതാ നല്ല സ്ഥലമാണ് കേട്ടോ കാണാനായിട്ട്. ആകാശം ഇങ്ങനെ ക്ലിയറായിട്ട് കാണാം, ഒരു മരങ്ങളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ടേ നല്ലൊരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ നല്ല കല്യാണത്തിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും സേവ് ദി ഡേറ്റ് ഒക്കെ എടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അടിപൊളിയാണ് വെച്ചാൽ അടിപൊളിയാണ്, അങ്ങനത്തെ ഒരു അടിപൊളി സ്ഥലം പറയാൻ വാക്കുകളില്ല കേട്ടോ. ഇതിനെ എങ്ങനെ പുകഴ്ത്തി പറയുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഓവറാക്കി ചളാക്കില്ല. എല്ലാവർക്കും ഈ കാഴ്ചയിൽ തന്നെ അറിയാമല്ലോ എങ്ങനെയുണ്ട് സ്ഥലം എന്നുള്ളതല്ലേ. അപ്പോൾ അനീഷേട്ടൻ കുറച്ച് മുന്നിലേക്ക് പോയിന് കേട്ടോ, ഷീട്ടാക്കാൻ വരി നിൽക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം പുഷ്പാഞ്ജലി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ പോയതാണ്. അപ്പോൾ നന്ദുമോളെ പിറന്നാളായതുകൊണ്ട് തന്നെ ഒന്ന് അമ്പലത്തിൽ വരാമെന്ന് തന്നെ വിചാരിച്ചതാട്ടോ. വലുതായിട്ട് ആഘോഷിക്കണമൊന്നുമില്ല, എന്നാലും എന്താ പറയുക, ഒരു കേക്കൊക്കെ വാങ്ങി മുറിക്കണം എന്നുണ്ട്. അപ്പോൾ നന്ദുമോൾ പറയുന്നുണ്ട് വേറെ ഒന്നുമില്ലെങ്കിലും ഒരു കേക്കെങ്കിലും വാങ്ങണം അച്ഛാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മനുഷ്യടം പറഞ്ഞാൽ നമുക്ക് വാങ്ങാമെന്നൊക്കെ പറഞ്ഞിന്. പിന്നെ ചെറുതായിട്ടൊരു പായസമൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പായസം ഉണ്ടാക്കുന്നുണ്ട്. കാരണം വീഡിയോ എടുക്കാനുള്ള ഒരു എനർജി ഒന്നും ഉണ്ടായിട്ടില്ല ഇനി കേട്ടോ. അമ്പലത്തിലും കൂടി വന്ന് പോയി കഴിഞ്ഞപ്പം പിന്നെ തീരെ വയ്യാതെയായരെ അവിടെ കിടന്ന വീട്ടിൽ ആ ഒരു അവസ്ഥയായിപ്പോയി. അപ്പം കുറേ ആൾക്കാർ തൊഴുത് മടങ്ങിയെന്ന് കേട്ടോ. നല്ല വെയിൽ മൂത്ത് വരുന്നുണ്ട്, നേരം വെളുക്കുമ്പോഴേക്കും ഇവിടേക്ക് നല്ല ചൂടടിക്കും കേട്ടോ വെയിലൊക്കെ. അപ്പോൾ ഉത്സവത്തിന് വേണ്ടിയിട്ട് ഇതാ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ട് മേക്കോട്ട അലങ്കരിച്ചു കേട്ടോ, അടിപൊളിയായിട്ട്. അപ്പം ഈ ഒരു റോട്ടിനാണ് ഇങ്ങനെ കച്ചവടക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ ഗ്രൗണ്ടിലേക്കുള്ള ഒരു റോഡാണ്, അതിലെ വണ്ടിക്ക് നമുക്ക് നേരെ കോട്ടയിലേക്ക് എത്താം കേട്ടോ. പക്ഷേ താഴെ കോട്ടയിൽ പ്രാർത്ഥിച്ചിട്ട് ഈ സ്റ്റെപ്പ് കയറിയിട്ട് മേക്കോട്ടയിലേക്ക് എത്താമെന്നുള്ള രീതിക്കാണ് ഞങ്ങളെല്ലാവരും അങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് മേക്കോട്ടേൻ്റെ വഴിപാട് കൗണ്ടറാണ്. ഇവിടേക്കുള്ള വഴിപാട് ഷീട്ടാക്കൽ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അനുശേഷം ഷീട്ടാക്കിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് കടന്നാണ്. അപ്പോൾ ഇവിടെയാണ് ഭഗവതി. അപ്പോൾ ഇവിടെ ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പോകാണ്. ഇവിടെ കുറച്ച് ആൾത്തിരക്ക് കുറവാണ് കേട്ടോ. താഴെയാണ് ഇന്ന് ഭയങ്കര തിരക്കുള്ളത്, പക്ഷെ അധികം തിരക്ക് ഇവിടെ ഉണ്ടാവലുണ്ട്. ഇന്ന് എന്താണാവോ തിരക്ക് കുറവാണ്. അപ്പോൾ നന്ദമോൾ പ്രാർത്ഥിച്ച് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാട്ടോ. കുന്നും മലകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാട്ടോ ഇവിടെ കാണാനായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തോന്നില്ല കേട്ടോ, അത്രയും ഒരു രസമാണ് കേട്ടോ. എന്താ പറയുക, വേറെ എവിടെ പോയാലും കിട്ടാത്തൊരു സുഖമാണ് കേട്ടോ. ഈ അമ്പലത്തിൽ വന്നാൽ ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ ഞാനിതാ നമ്മളെ ഗണപതി കോവിലിലൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അനീഷേട്ടൻ അവിടെ പ്രസാദം വാങ്ങാൻ വേണ്ടിയിട്ട് വരി നിൽക്കുന്നുണ്ട് കേട്ടോ. അനീഷേട്ടൻ വരുന്ന വരെ നമ്മൾ തണലത്തേക്ക് നിന്നതാണ്. അവിടെ പന്തലൊക്കെ ഇട്ടണല്ലോ, ആ പന്തലിട്ടതിൻ്റെ ചോട്ടിലേക്ക് വന്ന് നിന്നതാട്ടോ. അത് നല്ലൊരു ആശ്വാസം പോലെ കേട്ടോ അവിടെ പന്തലിട്ടൊക്കെ കണ്ടപ്പോഴേ. അപ്പോൾ ഞാനും നന്ദുമോളും അവിടെ നിന്ന് ഇങ്ങനെ അനീഷേട്ടനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ അനീഷേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ താഴേക്ക് തന്നെ ഇറങ്ങി പോവാട്ടോ. ഈ വന്ന അത്രയും തന്നെ താഴേക്ക് ഇറങ്ങി പോവാനും ഉണ്ട്. അപ്പോൾ അത്രയും ദൂരം ഞങ്ങൾ നടക്കുക തന്നെയാണ് കേട്ടോ, സ്പീഡിൽ നടക്കുക തന്നെയാണ്. അനീഷേട്ടൻ ബാക്കിൽ വരുന്നുണ്ട്. അപ്പം ഇറങ്ങി വരാൻ നല്ല എളുപ്പമാണ്, നമുക്ക് കയറണേനെക്കാട്ടി ഇങ്ങനെ
സ്റ്റെപ്പ് ഇറങ്ങി വരാനാണല്ലോ സുഖമല്ലേ. അപ്പോൾ നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്. ഓൾക്ക് ട്യൂഷൻ തുടങ്ങും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ദൂരം നടന്ന് ഞങ്ങളിതാ താഴെക്കോട്ടയിലേക്ക് തന്നെ നേരിട്ട് എത്തിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരാളിങ്ങനെ വഴിയിൽ നിന്നിട്ട് എല്ലാവരോടും ഇങ്ങനെ വർത്താനമൊക്കെ പറയും കേട്ടോ. അപ്പം ദൂരെ നിന്നുള്ള അമ്പലത്തിൻ്റെ കാഴ്ച ഉണ്ടോ. നമ്മളിങ്ങനെ നടന്നുകൊണ്ട് വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ. ക്യാമറയ്ക്ക് ഫുൾ ഇളക്കം. നമുക്ക് എന്തായാലും സ്പീഡിൽ പോവും വേണ്ടേ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ഉള്ളൊരു വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ തൊഴുത് പോവുന്നുണ്ട്. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം അമ്പലത്തിലൊക്കെ വരിക എന്ന് പറയുന്ന ഒരു രസമല്ലേ. രസമാണ്, നല്ലൊരു സുഖമാണ്. നമ്മൾ അമ്പലത്തിൽ വന്ന് പോകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സുഖം കിട്ടും. സത്യമായിട്ടും അതൊരു എന്താ അറിയില്ല, വന്ന് പോകുമ്പോൾ നമുക്കൊരു എനർജിയാണ്. അപ്പോൾ ആ അമ്പലക്കുളമൊക്കെ ഒന്ന് പോയി കണ്ടിട്ടോ. ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് വരുന്ന ഒരു അമ്പലമാണ് ഇട്ടത്. അതുകൊണ്ട് വലിയതായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു കാഴ്ചകളൊന്നും ഇമ്പൊക്കെ വലിയൊരു ഇത് തോന്നില്ലെങ്കിലും പക്ഷെ ഇവിടെ വരുമ്പോൾ അത് എപ്പോഴും ഈ കാഴ്ച നമുക്ക് കണ്ണിന് ഭയങ്കര ഒരു രസം നൽകണ തന്നെയാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. വന്ന് കണ്ടാലേ അതിൻ്റെ ആ ഒരു അത് മനസ്സിലാകുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ഇതാ കുളത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. കുളത്തിൽ ഓരോരുത്തർ ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുള്ള സൗകര്യവും ഭംഗിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നല്ല രസമായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഈ അമ്പലക്കുളത്തു നിന്ന് ഒരു കുഞ്ഞ് ഷോർട്സ് എടുത്തിന്. അത് കാണാത്തവരുണ്ടെങ്കിലും നമ്മളെ ഷോർട്സ് ഒന്ന് പോയി കണ്ടു നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതാ താഴെ കോട്ടയിൽ കൂടെ ഇറങ്ങി അങ്ങനെ നടക്കുകയാണ്. ഇവിടെയും കുറേ കുരങ്ങന്മാരൊക്കെ ഉള്ളൊരു സ്ഥലം ഇനിട്ടോ. ഇപ്പോൾ കാണാനില്ല, നേരത്തെ നമ്മൾ കണ്ടതൊക്കെ തന്നെയേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ കുളത്തിൻ്റെ കരയിലും ഒക്കെ അങ്ങനെ ഇരിക്കും. അത്രയും ഒരു രസം ഇനിട്ടോ. വലിയ കുരങ്ങന്മാരും കുഞ്ഞു കുരങ്ങന്മാരും ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ അതൊന്നും കാണാനില്ലായിട്ട് എന്തോ ഒരു പോലെ കേട്ടോ സത്യത്തിൽ. അപ്പോൾ അതാ ഇനി ചായ ഉണ്ട് കേട്ടോ. രാവിലെ ഇഡ്ഡലിയും സാമ്പാറാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഇനി ഏതായാലും ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ അതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. വരി ഉണ്ടെങ്കിലും വരി വേഗം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം ഒന്ന് നിന്നതാണ് ചായ കുടിച്ചിട്ട് പോകാം. എത്രയും പെട്ടെന്ന് നമ്മളെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് ആക്കി കൊടുക്കുക. ഓളെ ബാഗൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചിന് കേട്ടോ. അതുകൊണ്ട് പിന്നെ വീട്ടിലേക്ക് പോയിട്ട് ട്യൂഷന് പോകണമെന്നൊന്നും വിചാരിക്കാനില്ല. നേരെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് ആക്കി കൊടുക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ നല്ല തിരക്കും ഉണ്ട്, പക്ഷേ വരി നല്ല സ്പീഡിൽ പോകണമുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോയാൽ ചായൻ്റെ വരിയിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വരി നീങ്ങുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. നന്ദുവിനിപ്പോൾ അതാ പേടി. ഇപ്പോൾ ട്യൂഷന് പോകാൻ കഴിയൂലേ എന്നുള്ളൊരു പേടി കേട്ടോ. സമയം 9:15 ആയിന്. അപ്പോഴാണ് 10 മണിയാകുമ്പോഴേക്ക് ട്യൂഷൻ തുടങ്ങും. ഇവിടുന്ന് ഒരു കുറച്ച് പോവാനുണ്ട് ഞങ്ങളെ വീട്ടിലേക്ക്. ഒരു 10 മിനിറ്റിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അത് ഇഡ്ഡലിയും സാമ്പാറൊക്കെ കിട്ടിയിട്ടോ. ഞാനും നന്ദമോളും അനീഷേട്ടനും ചായ കുടിക്കായിരുന്നു. ചായ കുടിച്ചപ്പോഴാട്ടോ മനസ്സിലായത് നല്ല അടിപൊളി ഇഡ്ഡലിയും സാമ്പാറൊക്കെ തന്നെയാണ് കേട്ടോ. ഇന്നത്തെ നമ്മൾ വോയിസ് കൊടുക്കലിന് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കണം. നമ്മളെ സൗണ്ടിന് ഒരുപാട് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ടാക്കാൻ വേണ്ടി അനീഷേട്ടൻ പോയിന്. ഞാൻ ഹെൽമെറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനും അനീഷേട്ടനും ഹെൽമെറ്റ് ഉണ്ട്. നന്ദുമോൾക്ക് ഹെൽമെറ്റൊന്നും ഇല്ല. അപ്പം രണ്ടാളെ വെച്ചിട്ട് തന്നെയാണല്ലോ എവിടെയും പോകുമ്പോൾ പോവൽ. അപ്പം ഇന്ന് എന്തായാലും ഞാനും നന്ദുവും അനീഷേട്ടനും ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് ഹെൽമെറ്റ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനി വണ്ടി വന്ന് സ്റ്റാർട്ടാക്കിയൊക്കെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കോട്ടയിലേക്കുള്ള വഴികൾ കേട്ടോ. ഇവിടെയൊക്കെ ഇനി ഒരുപാട് കച്ചവടക്കാർ, ജിലേബിക്കാർ, അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വരാനുണ്ട്. ഇപ്പോൾ വെള്ളിയാഴ്ച നമുക്ക് കാണാൻ പറ്റുള്ളൂ. വെള്ളിയാഴ്ചയാണ് ഇവിടുത്തെ ഒരു ഉത്സവം എന്ന് പറഞ്ഞല്ലോ. അത് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. പറ്റിയാൽ ഞാൻ വന്ന് നമുക്ക് വീഡിയോ എടുക്കാം, എല്ലാവർക്കും കാണാം. കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് അന്നും ലൈക്ക് തരാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പോകുമ്പോൾ തന്നെ ഒരുപാട് പാടങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ. അവിടേക്ക് വരിക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാരെ പരിചയമുള്ളവരെ കണ്ട് ചിരിക്കലും ഒക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ പോക്ക് കേട്ടോ. കാരണം ഓരോരുത്തരും അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ സമയം കാര്യം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എപ്പോൾ വേണേലും വരാമെന്നുള്ള പോലെയാണ്. അപ്പോൾ അന്നദാനം കാര്യങ്ങളൊക്കെ ഉണ്ട് ഉത്സവത്തിൻ്റെ അന്ന് എന്നൊക്കെ പറയണൊക്കെ കേട്ടു. പക്ഷേ എന്താണെന്നൊന്നും അറിയില്ല, സത്യമാണോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതാ ഞങ്ങളങ്ങനെ പോവുകയാണ്. ഇനി കുറച്ച് മുന്നോട്ടേക്ക് പോയാൽ ഒരു പാലമുണ്ട് കേട്ടോ. ഇത് മലപ്പുറം ജില്ലയിലാണ് ഈ അമ്പലം നിൽക്കുന്നതെങ്കിലും ഈ പാലത്തിൻ്റെ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ഈ പാലം അങ്ങോട്ടിപ്പോൾ ഞങ്ങൾ നേരെ പോണത് കോഴിക്കോട്. ഈ പാലം ഇപ്പുറം കിടന്നാൽ ഇപ്പം ഞങ്ങൾ കയറിയ സ്ഥലത്തേക്ക് വന്നാൽ മലപ്പുറം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാണ് കേട്ടോ. ഈ പാലത്തിൻ്റെ ഒരൊറ്റ വ്യത്യാസത്തിലാണ് ജില്ല മാറണത്. അപ്പോൾ മലപ്പുറം ജില്ലയിലാണ് ഈ അമ്പലം കിടക്കണതൊക്കെ.
അപ്പോൾ ഇത് കോഴിക്കോട് ജില്ലയായി. അതാണ് ഒറ്റ പാലത്തിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ എന്തായാലും ഞങ്ങൾ വീട്ടിലെത്തിയാണ് കേട്ടോ. ദൂരെ നന്ദൂനെ അവിടെ ആക്കി കൊടുത്ത് വീട്ടിലെത്തിയതാണ്. ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുക. അമ്മ അവിടെ ഉണ്ട്, പ്രസാദമൊക്കെ കൊണ്ടുപോയി വെച്ചിന് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഒരു കേക്ക് മുറിയൊക്കെ നടത്താമെന്ന് വിചാരിച്ച് ഒരു കുഞ്ഞ് കേക്ക് വാങ്ങി. ഇത് നമ്മളൊരു സബ്സ്ക്രൈബറെ വകയാണ് കേട്ടോ. ഈ കേക്ക് നന്ദുമോൾക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള പൈസ ഒക്കെ അയച്ചു തന്നതാണ്. അബിക്ക് പിറന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പൈസ അയച്ചു തന്ന അതേ സബ്സ്ക്രൈബർ ചേച്ചി തന്നെയാണ് കേട്ടോ നന്ദുമോൾക്ക് കേക്ക് വാങ്ങാനും പൈസ അയച്ചു തന്നത്. ഒരുപാട് ദൂരെയാണ് ആ ചേച്ചീൻ്റെ വീട്. എന്നാലും നന്ദമോളെ പിറന്നാളൊക്കെ ഓർത്ത് വെച്ച് അതിന് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചേച്ചിക്ക് ഒരുപാട് നന്ദി പറയാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഞങ്ങളെ ആവശ്യങ്ങൾ അറിഞ്ഞ് ചെയ്യുന്നതിലും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നന്ദുമോൾക്കും അത് ഒരുപാട് സന്തോഷമായേനെ കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇനിയും ചേച്ചിയുടെ എന്താ പറയുക, ചേച്ചിക്ക് അങ്ങനെ ഇതുപോലെ ഓരോരുത്തർക്കും കൊടുക്കാനുള്ള മനസ്സ് ഉള്ളൊരു വ്യക്തി തന്നെയാണ് കേട്ടോ ചേച്ചി. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് നല്ലൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട് ഞങ്ങളതായിട്ട്. അപ്പോൾ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് നമ്മളെ പാപ്പുമോളും കേക്ക് മുറിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ബാക്കി വരുന്ന കേക്ക് ബാക്കിയല്ല കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദമോൾ വായലിട്ട് തന്നപ്പോൾ കേക്ക് ബാക്കി കഷ്ണം പാപ്പുവിനും കൊടുക്കാൻ കേട്ടോ. പാപ്പുവിനും നല്ല ഇഷ്ടമാണ് ഈ കേക്കൊക്കെ. അപ്പോൾ ആദ്യം ഇഷ്ടമായില്ല, എന്താണെന്നുള്ള മനസ്സിലായിട്ടില്ല. അപ്പോൾ അതിനുശേഷം വായിൽ വെച്ച് കൊടുത്തപ്പോൾ പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കേക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഇന്ന് എന്തോ ഒരു പിണക്കാണ് കണ്ടോ, ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തിന്നണുണ്ടോ, അതാണ് ആൾ. അപ്പം പാപ്പുവിനും കൊടുത്ത് നന്ദമോളൊരു കുഞ്ഞ് കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോയ്ക്ക് വോയിസ് കൊടുത്തത് വളരെ ബുദ്ധിമുട്ടിയിട്ടാട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.